പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു? 5 പ്രാവശ്യം. ചാവാൻ മനസ്സിലായില്ലേ? ചാവല് നിർത്താൻ പോവാം, നീ ജീവിക്കും. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യ. ഇന്ന് രാവിലെ ഒരു പ്രവചനം, നിന്റെ ഉപ്പ എഴുന്നേക്കും. ദൈവം നിന്റെ ഉപ്പായെ സൗഖ്യമാക്കും. ഞാൻ നിന്നോട് ദൂത് പറയാം, നിന്റെ ഭാര്യ തിരിച്ചു വരും, നിന്റെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും. വലിയ തകർച്ചയിലായിരിക്കുന്നു. ഒട്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മരിക്കണമെന്ന് 1000 വട്ടം നീ മനസ്സിൽ വിചാരിച്ച കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ നീ ആള് മാറാൻ പോകുകയാ. ഒന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും അല്പനിമിഷങ്ങൾ ആ 2 കരങ്ങളും അടിച്ച് യേശുവിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളും കൂടെ ഒന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞു. ഞാനേ ഈ പ്രസംഗം എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെയാ കണ്ടുകൊണ്ടിരുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു മുസ്ലിം വീട്ടിൽ നിന്നാ വരുന്നത്. ഇന്ന് രാവിലെ ഒരു പ്രവചനം, നിന്റെ ഉപ്പ എഴുന്നേക്കും. ദൈവം നിന്റെ ഉപ്പായെ സൗഖ്യമാക്കും. കൈയടിക്കാൻ പറ്റുന്നവരെല്ലാം ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച്. ബ്രദറെ, എത്ര പ്രാവശ്യം വരച്ചിട്ടുണ്ട് കൈ? ഒത്തിരി പ്രാവശ്യം. ഈ കയ്യെ വര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടോ? ചാവാൻ വരച്ചല്ലയോ? ചാവല് നിർത്താൻ പോവാം, നീ ജീവിക്കും. ജീവിച്ചാൽ മതിയോ? നമ്മൾ ജീവിക്കും. ഉപ്പയുടെ പേരെന്തുവാ? സുലൈമാൻ. ഉപ്പ ഇവിടെ വരും ആരാധനയ്ക്ക്, ആരോഗ്യത്തോടെ ഇവിടെ വരും. ഞാൻ പ്രവചനം പറയുക, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എന്നെ കാണിക്കുക. അങ്ങനൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ഉണ്ടായി വരും. ഈ കല്യാണം ഒഴിയാൻ കോടതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അവർക്ക് വേണ്ട. 2 കുഞ്ഞുങ്ങൾ. പിള്ളേർക്ക് നിങ്ങളെ ഇഷ്ടമാണോ? ഞാൻ ഈ മൂത്ത കുട്ടിയുടെ പേരെന്തുവാ? റിൻഷാദ്. ഇളയകുട്ടി ആമ്പിള്ളേർ. ഈ മൂത്ത കുട്ടിക്കൊക്കെ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ശരിക്കും അവർക്ക് നിങ്ങളെ വേണം. പക്ഷെ നിങ്ങൾ പോയൊരു കെണിപ്പെട്ടു, അല്ലയോ? കെണിപ്പെട്ട പെണ്ണ് നിങ്ങൾക്ക് പണിയും തന്നു. എത്ര കേസുണ്ട്? 6 കേസ്. എല്ലാ കേസും നിനക്ക് അനുകൂലമാവും. പരിശുദ്ധാത്മാവെന്നോട് പറയുക, ഒന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ചെറുപ്പക്കാരൻ എത്ര പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു? 5 പ്രാവശ്യം. എത്ര വയസ്സുണ്ട്? 36 വയസ്സ്. ജീവിക്കാൻ വയ്യാഞ്ഞിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ച ഇവൻ ആദ്യമായിട്ട് ഇവിടെ വന്ന എന്നെ ആദ്യമായിട്ട് കാണുമോ? ആണ്. കൈയടിച്ച് ദൈവത്തിന് രാമയും പറഞ്ഞോ. ഇന്ന് രാവിലെ ഈ യോഗത്തിനകത്ത് ഒരാൾ വന്നിട്ടുണ്ട്, നമ്മളെ എല്ലാരെയും കൂടെ അറിയാവുന്ന ഒരാള്. ആളിന്റെ പേര് യേശു എന്നാ. കർത്താവിന് നമ്മളെ അറിയാം. ആ ബന്ധം വിട്ടില്ലയോ? വിട്ടു. ഇനി ഒരു ബന്ധത്തിനും പോകരുത്. പോവോ? ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ശമ്പ് എടുത്ത. ഇനി വെക്കല്ല. എനിക്ക് എൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, എലോഹീമിൽ ഇതും കൊണ്ടൊന്നും വരരുത്. വന്നാൽ ഞാൻ പൊക്കും. രാമയും പറഞ്ഞു, ഇനി ഉപയോഗിക്കണ്ട. വേണോ? വേണ്ട. തുടരുത്. ഒരു ലഹരിയും തുടരുത്. ഞാൻ നിന്നോട് ദൂത് പറയാം, നിന്റെ ഭാര്യ തിരിച്ചു വരും, നിന്റെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരും. നീയും നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് എലോഹീമിൽ ആരാധനയ്ക്ക് വേണ്ടി വരും.
ഒന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും ആ നാമത്തെ ഉറക്കെ ഒന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് നമ്മെ നന്നായി അറിയാവുന്ന, നമ്മെ ജയത്തോടെ പാലിക്കുന്ന, നമ്മെ അത്ഭുതത്തോടെ കാക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാരും കൂടെ ഒന്ന് കൈയടിച്ച യേശുവേ. എല്ലാരും ആ കൈ ഒന്ന് നീട്ടിപ്പിടിച്ചേ. മോനെ പേരെന്തോ നിന്റെ? നിഷാദ്. ആ കൈ ഒന്ന് നീട്ടിപ്പിടിച്ചേ. നിഷാദിന് വേണ്ടി എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്. നിഷാദിന്റെ ഉപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഉപ്പ തളർന്നു കിടക്കുക വീട്ടിൽ. ഇന്ന് രാവിലെ തിരിച്ച് നിഷാദ് വീട്ടിൽ ചെല്ലുമ്പോ ഉപ്പ എഴുന്നേറ്റ് വരാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നിഷാദിന് ആത്മഹത്യ ചെയ്യാൻ ഭയങ്കര ടെൻഡൻസിയാ. എന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ആ ആത്മഹത്യ ടെൻഡൻസി ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ ആത്മഹത്യ മാറിപ്പോകട്ടെ. ഇനിയും ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാകരുത്. മരിക്കുന്ന ആ ചിന്ത മാറിപ്പോകട്ടെ. തമ്പുരാനെ, ഇവന്റെ ഭാര്യ തിരിച്ചു വരട്ടെ, ഇവന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു വരട്ടെ, ഇവരെ ഒരുമിച്ച് എലോഹിമിൽ ആരാധനയ്ക്ക് വരട്ടെ, ഇവരെ ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കട്ടെ. എല്ലാ മരണശക്തിയും മാറിപ്പോ. നിങ്ങൾ ആ കൈ ഒന്നടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ഒന്ന് അന്യഭാഷ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചോ. ഒരു ദുർശക്തി ഉണ്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇവനെ മരിക്കാൻ കൊണ്ടുപോകാൻ കെട്ടി നിൽക്കുന്ന ദുർശക്തികൾ ഇവന്റെ ശരീരം വിട്ടുമാറാ. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ശരീരം വിട്ടുമാറാ. ഞാൻ അധികാരത്തോടെ പറയുക, ഇവന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന എല്ലാ ദുരാത്മശക്തികളും യേശുവിന്റെ നാമത്തില്ലേ. നിന്നെ മുടിക്കാൻ കയറിയതാ, നിന്നെ തകരാൻ കയറിയതാ. നീ രക്ഷപ്പെടാൻ പോവാ, നീ രക്ഷപ്പെടാൻ പോവാ, നീ രക്ഷപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ കേസ് മാറിപ്പോട്ടെ, കേസ് മാറിപ്പോട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.